ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ലേൺ. അപ്പം നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കെമിസ്ട്രിയുടെ ഡിഗ്രി ബേസ് ആയിട്ടുള്ള ഒരുപാട് PSC എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രതിഭാസം. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രതിഭാസം ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ, റേഡിയോ ആക്ടിവിറ്റി, അയോണീകരണം. ഉത്തരം വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ എന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ ഫിഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റോമിക് ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അവിടെ ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു അറ്റോമിക് ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹെവിയർ ന്യൂക്ലിയസ് ആയിട്ട് മാറുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് സ്റ്റാറിലും സണ്ണിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഫിഷൻ എന്താ? ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റോമിക് ന്യൂക്ലിയൈ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടോ അതിലധികമോ ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് മാറും. അതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ആറ്റം ബോംബിലൊക്കെ ഉള്ള ഒരു പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇതിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, കാർബറണ്ടം, ഐസ്. ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? ഉത്തരം വരുന്നത് ഐസ് ആണ്. അടുത്ത ചോദ്യം, ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണമെന്ത്? ന്യൂക്ലിയർ ബലം, വിസ്കസ് ബലം, പ്രതല ബലം, ഭൂഗുരുത്വ ബലം. ഉത്തരം വരുന്നത് പ്രതല ബലമാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ബലം എന്താണ്? ഈ ന്യൂക്ലിയർ ബലം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ബലം. ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന ആ ഒരു ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ബലം എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയസിൽ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ്. ഇനി വിസ്കസ് ബലം എന്താണ്? വിസ്കസ് ബലം എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രതല ബലം എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. അതായത് ഒരു ലിക്വിഡിന്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു. അതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സർഫസ് ടെൻഷൻ കൊണ്ടാണ് നമ്മുടെ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്ന് പറയുന്നത് പ്രതല ബലമാണ്. അടുത്ത ചോദ്യം, തീപ്പെട്ടിയുടെ ക്രിസ്റ്റൽ ഘടന മോണോക്ലിനിക്, ക്യൂബിക്, ഓർത്തോറോംബിക്, ടെട്രാഗണൽ. ഉത്തരം വരുന്നത് ഓർത്തോറോംബിക് ആണ്. അടുത്ത ചോദ്യം, ക്രിസ്റ്റലീയ ഖരം തിരഞ്ഞെടുക്കുക. നാഫ്തലിൻ, ടെഫ്ലോൺ, PVC, ബേക്കലൈറ്റ്. ഏതാണ് ക്രിസ്റ്റലീയ ഖരം? ഉത്തരം വരുന്നത് നാഫ്തലിൻ ആണ്. അടുത്ത ചോദ്യം, അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ഏത്? ശബ്ദ തരംഗം, പ്രകാശ തരംഗം, ജലതരംഗം, ഇലക്ട്രോമാഗ്നറ്റിക് തരംഗം. ഏതാണ് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം? ഉത്തരം വരുന്നത് ശബ്ദ തരംഗമാണ്. അടുത്ത ചോദ്യം, ഒരു ക്രിസ്റ്റലിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ ഭാഗം ഏതാണ്? ആറ്റം, യൂണിറ്റ് സെൽ, ജാലിക, തന്മാത്ര. ഇതിലേതാണ് ഒരു ക്രിസ്റ്റലിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയൊരു ഭാഗം എന്ന് പറയുന്നത്? ഉത്തരം വരുന്നത് യൂണിറ്റ് സെൽ ആണ്. അടുത്ത ചോദ്യം,
വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ, അമോണിയ. ഉത്തരം വരുന്നത് അമോണിയ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് കാർബണൈൽ ഗ്രൂപ്പാണ് പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് കാണിക്കുന്നത്? ആലിഫാറ്റിക് ആൽഡിഹൈഡുകൾ, അരോമാറ്റിക് ആൽഡിഹൈഡുകൾ, ഇവ രണ്ടും ഇവയൊന്നുമല്ല. ഉത്തരം വരുന്നത് ആലിഫാറ്റിക് ആൽഡിഹൈഡുകളാണ്. അതായത് ഫെല്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ റെഡ്യൂസിങ് ഷുഗറിൻ്റെ ഒക്കെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഫെല്ലിംഗ് ടെസ്റ്റ്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത് ആലിഫാറ്റിക് ആണല്ലോ, അതുകൊണ്ട് ഉത്തരം വരുന്നത് ആലിഫാറ്റിക് ആൽഡിഹൈഡുകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോൺ എത്ര? 24, 42, 48.6, 46. ഉത്തരം വരുന്നത് 48.6. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശക്തമായ ആസിഡിന്റെ സ്വഭാവം? വെള്ളത്തിൽ പൂർണ്ണമായും വിഘടിക്കുകയും ഉയർന്ന സാന്ദ്രതയിൽ H+ അയോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വൈദ്യുതിയുടെ മോശം ചാലകമാണ്. ഇതിന് ഉയർന്ന pH മൂല്യമുണ്ട്. ഇതൊരു ദുർബലമായ പ്രോട്ടോൺ ദാതാവാണ്. ഇതിൽ ഏതാണ് ആസിഡിന്റെ ശക്തമായ സ്വഭാവം കാണിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ജലസംവിധാനത്തിന്റെ ഏറ്റവും കുറഞ്ഞ ക്രമരഹിത അവസ്ഥ? ദ്രാവകജലം, ഐസ്, നീരാവി, ക്രമരഹിത ഒന്നു തന്നെയാണ്. ഉത്തരം വരുന്നത് ഐസ് ആണ്. അടുത്ത ചോദ്യം, ഒരു സിസ്റ്റം പരിസ്ഥിതിയുമായി ഊർജവും ദ്രവ്യവും ഒട്ടും കൈമാറാത്തതിനെ എന്താണ് വിളിക്കുന്നത്? ഒരു സിസ്റ്റം പരിസ്ഥിതിയുമായി ഊർജവും ദ്രവ്യവും ഒട്ടും കൈമാറാത്തതിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഇക്വിലിബ്രിയം സിസ്റ്റം. ഉത്തരം വരുന്നത് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. അപ്പോൾ എന്താണ് ഈ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജവും ദ്രവ്യവും, അതായത് എനർജിയും അതേപോലെ മാറ്ററും ഒരേപോലെ എക്സ്ചേഞ്ച് ചെയ്യും ഓപ്പൺ സിസ്റ്റത്തിൽ. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എനർജി മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുള്ളൂ. അതേപോലെ അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവ രണ്ടും പരിസ്ഥിതിയായിട്ട് കൈമാറുന്നില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും വലിയ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉള്ളതായി പ്രകടിപ്പിക്കുന്നത്? HF, HCl, HBr, HI. ഉത്തരം വരുന്നത് HF ആണ്. അടുത്ത ചോദ്യം, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 36, 93, 63, 67. ഉത്തരം വരുന്നത് 63 ആണ്. അപ്പോൾ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ കൺസിഡർ ചെയ്ത ഒരു പീരിയോഡിക് ടേബിൾ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം, കോവാലന്റ് സ്വഭാവത്തിന്റെ ശരിയായ വർദ്ധിച്ചു വരുന്ന ക്രമം? കോവാലന്റ് സ്വഭാവത്തിന്റെ ശരിയായ വർദ്ധിച്ചു വരുന്ന ക്രമമാണ് ചോദിച്ചത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ എ ആണ്. NaCl, MgCl2, AlCl3.
അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.